ആബ്സല്യൂട്ട്ലി ഷോക്കിംഗ്. കൊന്നത് സ്വന്തം മകളെയാണ്. വെറും 10 സെൻറ്റ് മണ്ണിന് വേണ്ടി സ്വന്തം പിതാവ് ഒരു മകളെ കുത്തിക്കൊല്ലുമെന്ന് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. +2 പഠനം കഴിഞ്ഞ് വലിയ സ്വപ്നങ്ങളുമായി നടന്ന ജുമൈല എന്ന പെൺകുട്ടി താൻ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയത് ആരുടെ കയ്യിലാണോ ആ സ്വന്തം പിതാവിൻ്റെ കയ്യാൽ തന്നെ അവൾക്ക് ജീവൻ വെടിയേണ്ടി വരുന്നൊരവസ്ഥ. അവളുടെ ചിരിയും സ്വപ്നങ്ങളും ആ 10 സെൻറ്റ് മണ്ണിൽ ഹോമിക്കപ്പെടുന്ന അവസ്ഥ. കാസർഗോഡ് മഞ്ചേശ്വരത്താണ് നാടിനെ നടുക്കിയിട്ടുള്ള ഈ ക്രൂരത നടക്കുന്നത്. സ്വത്ത് തർക്കവും ലഹരിയും ഒരു മനുഷ്യനെ എത്രത്തോളം മൃഗീയമാക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പോലും ഒരു ഐഡിയ ഉണ്ടാവില്ല. ആ ഒരൊറ്റ സെക്കൻഡ്, ആ ഒരൊറ്റ നിമിഷത്തെ ദേഷ്യം ജീവിതകാലം മുഴുവൻ റിഗ്രറ്റായിട്ട് മാറുന്നത് നമ്മൾ എത്ര കുടുംബങ്ങളിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ ശദീദു ബിസ്സറഅതി ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗദബ്. ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് പറയുന്നത്, മറിച്ച് ദേഷ്യം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കുവൻ, സെൽഫ് റെഗുലേറ്റ് ചെയ്യുന്നവൻ, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കരുത്തൻ എന്ന് പറയുന്നത്. നശിച്ചു പോകുന്ന ഈ ദുനിയാവിലെ മണ്ണിനും പണത്തിനും വേണ്ടി എത്ര കുടുംബങ്ങളാണ് പ്രശ്നത്തിൽ കിടക്കുന്നത്. ദേഷ്യം, ആങ്കർ ഈസ് സൈറ്റാനിക്. ദേഷ്യം പൈശാചികമാണ്. അത് നമ്മുടെ വിവേകത്തെ, നമ്മുടെ ഇൻ്റലിജൻസിനെ, നമ്മുടെ റാഷണാലിറ്റിയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും. നമ്മൾ ഓർക്കേണ്ടത് കൈവിട്ട ആയുധവും ദേഷ്യത്തിൽ ചെയ്തു പോയിട്ടുള്ള പ്രവൃത്തിയും ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാനാവില്ല എന്നുള്ളതാണ്. നമ്മൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു വാർത്ത നമ്മുടെ വീടുകളിൽ നിന്നും വരാനുള്ള സാധ്യതകളുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ.